ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രഹസ്യങ്ങളായിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാറ്റുകൾ കാര്യങ്ങളൊക്കെ മറ്റാരുടെങ്കിലും എടുത്തെത്തുന്നുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഫോൺ മറ്റാർക്കെങ്കിലും കൈമാറുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് അങ്ങനെ ആരുടെ കൈമാറുന്ന സമയത്ത് അവർക്ക് സെക്കൻഡ് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ അവരുടെ ഫോണിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ഈ ഒരു ഫോണിന്റെ ടെക്നോളജി അത്ര അറിയാത്തത് കൊണ്ട് അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് ഇവരത് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതെന്നുള്ളതും അത് എങ്ങനെ നമുക്ക് തടയാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ആക്കി ലൈവായിട്ട് കാണിച്ചു തരികയാണ്. ഇത് എൻ്റെ മറ്റൊരു ഫോണിലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ ചാറ്റുകൾ എല്ലാം മറ്റുള്ളവർ സെക്കൻഡ് വെച്ച് അവരുടെ ഫോണിൽ കാണാനുള്ള സാധ്യത ഉണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഐഫോണിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലോ ഏതിലാണെങ്കിലും നമ്മുടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഐഫോണിൽ ഏറ്റവും താഴെയാണ് സെറ്റിംഗ്സ്, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സിൽ ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിലേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആ ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലേ ഇവിടെ. അതായത് ഏത് ഡിവൈസിലേക്ക്, അതായത് നിങ്ങളുടെ ഫോണ് ഇപ്പോൾ ഈ ഒരു ഡിവൈസായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ചോർത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി നോക്കുക, ഈ ലിങ്ക് ഡിവൈസിൽ ഏതെങ്കിലും ആയിട്ട് കണക്ട് ആയി കിടക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി എങ്ങനെയാണ് അവർ ചോർത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അവർ ചെയ്യുന്നത്, നിങ്ങളുടെ ഫോൺ കിട്ടിക്കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് വെബ് എടുത്തതിന് ശേഷം ഇവിടെ താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റാണ്. ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് അതൊരു കമ്പ്യൂട്ടറായിട്ട് നമുക്ക് അവരുടെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും. അവർ ഈ വാട്സപ്പ് വെബിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലുള്ള ലിങ്ക് ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങൾ നേരെ അവരുടെ ഫോണിലേക്ക് വരികയാണ്. പിന്നീട് അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം അവരുടെ ഫോണിൽ കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അധികം എല്ലാ ദിവസവും ഒന്ന് രാത്രി ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ലിങ്ക് ഡിവൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആരുടെയും കയ്യിൽ ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആ ലിങ്ക് ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ക്രോം എന്ന് കാണുന്നില്ലേ, ഏത് ഡിവൈസ് ആണോ കണക്ട് ചെയ്ത് അതാണ് ഇവിടെ കാണിക്കുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ലോഗൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ആ ലോഗൗട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഡിവൈസായിട്ട് നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ തന്നെ മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ ഇതുപോലെ ഏതെങ്കിലും ഡിവൈസായിട്ട് കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്.